മൈക്രോസോഫ്റ്റ്, ലോകത്തെ ഏറ്റവും വലിയ ടെക് കമ്പനികളിലൊന്ന്, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ $400 കോടി തട്ടിപ്പ് ശ്രമങ്ങൾ തടഞ്ഞതായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ തട്ടിപ്പുകൾ പിന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി പ്രവർത്തിക്കുന്നു. അത് സൈബർ കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ തട്ടിപ്പ് നടത്താൻ സഹായിക്കുന്നു. എന്താണ് ഈ തട്ടിപ്പുകൾ? ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു? എങ്ങനെ സ്വയം സംരക്ഷിക്കാം? ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താം. അവസാനം വരെ കാണൂ, ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ 9ാമത് സൈബർ സിഗ്നൽസ് റിപ്പോർട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർഡ് ഡിസെപ്ഷൻ, എമർജിംഗ് ഫ്രോഡ് ത്രെറ്റ്സ് ആൻഡ് കൗണ്ടർമെഷേഴ്സ് എന്ന പേര് നൽകിയിരിക്കുന്നു, ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൈക്രോസോഫ്റ്റ് $400 കോടി തട്ടിപ്പ് ശ്രമങ്ങൾ തടഞ്ഞു. ഒരു മണിക്കൂറിൽ ഏകദേശം 16 ലക്ഷം ബോട്ട് സൈനപ്പ് ശ്രമങ്ങൾ തടഞ്ഞു. ഈ അക്കങ്ങൾ ഈ ഭീഷണിയുടെ വലിപ്പം വ്യക്തമാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ സൈബർ കുറ്റവാളികൾക്ക് തട്ടിപ്പ് നടത്തുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ കുറച്ചിരിക്കുന്നു. ഇപ്പോൾ കുറഞ്ഞ സാങ്കേതിക അറിവുള്ളവർക്ക് പോലും സങ്കീർണമായ തട്ടിപ്പുകൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ തട്ടിപ്പുകൾ എല്ലാവരെയും ലക്ഷ്യമിടുന്നു: വ്യക്തികൾ, ബിസിനസ്സുകൾ, മുതിർന്ന പൗരന്മാർ, യുവാക്കൾ, എല്ലാ പ്രായത്തിലുള്ളവരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് തട്ടിപ്പുകളെ കൂടുതൽ അപകടകരമാക്കുന്നത്? മുമ്പ് ഒരു വ്യാജ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ആഴ്ചകൾ എടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ വെബ്സൈറ്റുകൾ യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഉൽപ്പന്ന വിവരണങ്ങൾ, ചിത്രങ്ങൾ, വ്യാജ ഉപഭോക്തൃ അവലോകനങ്ങൾ എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ഉദാഹരണത്തിന്, ഇ-കൊമേഴ്സ് മേഖലയിൽ വ്യാജ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നു. ഈ സൈറ്റുകൾ യഥാർത്ഥ ബ്രാൻഡുകളെപ്പോലെ തോന്നിപ്പിക്കുന്നു, പക്ഷേ പണം അടച്ചാൽ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ലഭിക്കില്ല. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ടുകൾ ഈ സൈറ്റുകളിൽ ഉപഭോക്തൃ പരാതികൾ കൈകാര്യം ചെയ്യുന്നു, ഇത് അവയ്ക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു. തട്ടിപ്പുകൾ മാത്രമല്ല, ജോലി റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർദ്ധിച്ചിരിക്കുന്നു. സൈബർ കുറ്റവാളികൾ വ്യാജ ജോലി പോസ്റ്റിംഗുകൾ സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. ഇവ പ്രധാന റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ വ്യാജ ജോലി ഓഫറുകൾ യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ഇമെയിലുകളും ഓട്ടോമേറ്റഡ് ഇന്റർവ്യൂകളും ഉപയോഗിക്കുന്നു. ജോലി അന്വേഷകരോട് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ, റെസ്യൂമെ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, പരിശോധന എന്ന പേര് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഈ വിവരങ്ങൾ ലഭിച്ചാൽ കുറ്റവാളികൾ അവ ദുരുപയോഗം ചെയ്യുന്നു. ഇത് ഗുരുതരമായ സാമ്പത്തിക നഷ്ടത്തിനോ വ്യക്തിഗത ഡാറ്റയുടെ മോഷണത്തിനോ കാരണമാകുന്നു. ഈ തട്ടിപ്പുകൾ തിരിച്ചറിയാൻ പ്രയാസമാണ്, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവയെ അതിശയകരമാം വിധം വിശ്വാസ്യമാക്കുന്നു. മൈക്രോസോഫ്റ്റ് ഈ ഭീഷണികളെ എങ്ങനെ നേരിടുന്നു? കമ്പനി അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസർ ഡീപ്പ് ലേണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ വെബ്സൈറ്റുകൾ തടയുന്നു. വിൻഡോസ് ക്വിക്ക് അസിസ്റ്റ് ഫീച്ചറിൽ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇത് ടെക് സപ്പോർട്ട് തട്ടിപ്പുകളിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നു. ഈ തട്ടിപ്പുകളിൽ കുറ്റവാളികൾ IT സപ്പോർട്ട് ടീമിൽ നിന്നാണെന്ന് അവകാശപ്പെട്ട് ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്ക് ആക്സസ് നേടാൻ ശ്രമിക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഈ ശ്രമങ്ങൾ $400 കോടി തട്ടിപ്പ് തടഞ്ഞെങ്കിലും പ്രശ്നം ഇപ്പോഴും വളരുകയാണ്. ഈ തട്ടിപ്പുകളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ മറ്റ് റിപ്പോർട്ടുകളും പരിശോധിക്കേണ്ടതുണ്ട്. FBI-യുടെ 2024 ഇന്റർനെറ്റ് ക്രൈം റിപ്പോർട്ട് പ്രകാരം ഓൺലൈൻ തട്ടിപ്പുകൾ മൂലം $1660 കോടി നഷ്ടമുണ്ടായി. ഇത് 2023-നെ അപേക്ഷിച്ച് 33% വർധനവാണ്. മുതിർന്ന പൗരന്മാർ $480 കോടി നഷ്ടപ്പെട്ടു. ഇത് ഈ വിഭാഗത്തിന് ഏറ്റവും ദുർബലമായ ഒരു ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകൾ, ബിസിനസ് ഇമെയിൽ കോംപ്രമൈസ്, ട്രോൾ തട്ടിപ്പുകൾ എന്നിവയാണ് ഏറ്റവും സാധാരണമായവ. ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതികവിദ്യകൾ തട്ടിപ്പുകളെ കൂടുതൽ സങ്കീർണവും തിരിച്ചറിയാൻ പ്രയാസവുമാക്കുന്നു എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തട്ടിപ്പുകൾ മറ്റ് മേഖലകളിലും വ്യാപിക്കുന്നു. ഉദാഹരണത്തിന്, ബൈ നൗ പേ ലേറ്റർ BNPL തട്ടിപ്പുകൾ ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്നു. ഈ തട്ടിപ്പുകളിൽ കുറ്റവാളികൾ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളാണെന്ന് അവകാശപ്പെട്ട് ഉപഭോക്താക്കളെ വിളിക്കുന്നു, അവരുടെ BNPL അക്കൗണ്ട് അപകടത്തിലാണെന്ന് പറയുന്നു. പരിഭ്രാന്തരായ ഉപഭോക്താക്കൾ OTP, ആധാർ, പാൻ വിശദാംശങ്ങൾ എന്നിവ നൽകുന്നു. ഇത് കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്നു. ഇത്തരം തട്ടിപ്പുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൂടുതൽ വിശ്വാസ്യമാക്കുന്നു, കാരണം വ്യാജ ഇമെയിലുകളും ഫോൺ കോളുകളും യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്നു. ഇനി ഈ തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ സ്വയം സംരക്ഷിക്കാം? ആദ്യം, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കണം. വെബ്സൈറ്റിന്റെ https:// ഉണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. കൂടാതെ ഉപഭോക്തൃ അവലോകനങ്ങൾ വായിക്കൂ. പണമടക്കാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്, കാരണം തട്ടിപ്പ് സംഭവിച്ചാൽ പണം തിരികെ ലഭിക്കാൻ എളുപ്പമാണ്.
ജോലി ഓഫറുകൾ ലഭിക്കുമ്പോൾ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ലിങ്ക്ഡ്ഇൻ പേജിലോ ഓഫർ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കണം. വ്യക്തിഗത വിവരങ്ങൾ, പ്രത്യേകിച്ച് ബാങ്ക് വിശദാംശങ്ങൾ, ആവശ്യപ്പെടുന്ന ഏതൊരു ഇമെയിലോ കോളോ സംശയത്തോടെ കാണണം. മൈക്രോസോഫ്റ്റിന് പുറമെ മറ്റ് കമ്പനികളും ഈ ഭീഷണികളെ നേരിടാൻ ശ്രമിക്കുന്നു. ഗൂഗിൾ 2024-ൽ 510 കോടി വ്യാജ പരസ്യങ്ങൾ തടഞ്ഞു, 3.92 കോടി പരസ്യദാതാക്കളുടെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തു. ഗൂഗിൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഡീഫേക്ക് വീഡിയോ തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവ സെലിബ്രിറ്റികളെ അനുകരിച്ച് ഇൻവെസ്റ്റ്മെന്റ്, ക്രിപ്റ്റോകറൻസി തട്ടിപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ശ്രമങ്ങൾ ശ്ലാഘനീയമാണെങ്കിലും സൈബർ കുറ്റവാളികൾ എപ്പോഴും പുതിയ വഴികൾ കണ്ടെത്തുന്നു. ഈ തട്ടിപ്പുകളുടെ വർധനവിന് പിന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ബിസിനസ്, അത് ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കപ്പെടുന്ന തട്ടിപ്പുകൾ വരും വർഷങ്ങളിൽ കൂടുതൽ വർദ്ധിക്കുമെന്നാണ്. ഇത് ഒരു ആഗോള പ്രശ്നമാണ്, ഇന്ത്യയുൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നുവരുന്നു: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ദുരുപയോഗം എങ്ങനെ തടയാം? സർക്കാരുകൾ, ടെക് കമ്പനികൾ, വ്യക്തികൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാരുകൾ കർശനമായ സൈബർ നിയമങ്ങൾ നടപ്പാക്കണം, ടെക് കമ്പനികൾ അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം, വ്യക്തികൾ സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇന്ത്യയിൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനുകൾ, ഓൺലൈൻ റിപ്പോർട്ടിംഗ് പോർട്ടലുകൾ എന്നിവ ഉപയോഗിച്ച് തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഈ വീഡിയോയുടെ ഒരു പ്രധാന ലക്ഷ്യം ഈ തട്ടിപ്പുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കപ്പെടുന്ന തട്ടിപ്പുകൾ ഒരു വ്യക്തിയെ മാത്രമല്ല, മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്നു. ഈ തരത്തിലുള്ള ശാസ്ത്രീയവും സാങ്കേതികവുമായ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.